ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യായം 4 ജ്ഞാനകർമ്മ സന്യാസയോഗം. ജ്ഞാനേശ്വരൻ പറഞ്ഞു, ശ്രവണേന്ദ്രിയങ്ങൾ ഇന്ന് അനുഗ്രഹീതങ്ങളായിരിക്കുന്നു. ഗീതയുടെ ഭണ്ഡാരം അവയുടെ മുന്നിൽ തുറന്നു വെക്കപ്പെട്ടിരിക്കുന്നു. ഇതുവരെ സ്വപ്നമെന്ന് കരുതിയിരുന്നത് ഇപ്പോൾ യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നു. ഗീതയിലെ പ്രഥമവും പ്രധാനവുമായ പ്രതിപാദ്യ വിഷയം ആത്മീയ ജ്ഞാനമാണ്. ഭഗവാൻ കൃഷ്ണനാണ് അതിൻ്റെ പ്രയോക്താവ്. അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരിൽ അഗ്രേസരനായ അർജുനനാണ് ഇത് ശ്രവിക്കുന്നത്. പഞ്ചമരാഗത്തിൻ്റെ ശ്രവണസുഖത്തോടൊപ്പം പരിമളവും മാധുര്യവും ഒന്നു ചേർന്ന് നിറഞ്ഞു നിൽക്കുന്ന ഈ അത്ഭുതകരമായ കഥ വിസ്തരിക്കുന്നത് അനന്തമായ ആനന്ദമാണ്. ശ്രോതാക്കൾക്ക് മഹത്തായ ഭാഗ്യം കൈവന്നിരിക്കുന്നു. ആകയാൽ എല്ലാ ഇന്ദ്രിയങ്ങളെയും ശ്രവണേന്ദ്രിയത്തിൽ കേന്ദ്രീകരിച്ച് വിഭവസമ്പൂർണമായ ഗീതാസംവാദം കേട്ട് ആനന്ദമടയുക. ഇത്രയുമായപ്പോൾ ശ്രോതാക്കൾ മുറവിളി കൂട്ടി. ഈ ആലങ്കാരിക ഭാഷണങ്ങളൊക്കെ മതിയാക്കി ഗീതയിലെ സംവാദത്തെപ്പറ്റി പറഞ്ഞു തുടങ്ങുക. ഇത് കേട്ട് ജ്ഞാനേശ്വർ മഹാരാജ് പറഞ്ഞു തുടങ്ങി. ശ്രീകൃഷ്ണനും അർജുനനും കൂടി സംഭാഷണം നടത്തുന്ന അവസരത്തിൽ സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയുകയാണ്, മഹാരാജാവേ, ഭഗവാൻ അത്യന്തം വാത്സല്യത്തോടെയാണ് അർജുനനോട് സംസാരിച്ചത്. തന്മൂലം അർജുനൻ ആത്മീയമായ ഉത്കർഷത്താൽ അനുഗ്രഹീതനായി. ഭഗവാൻ തൻ്റെ ഉത്തമ രഹസ്യങ്ങൾ അർജുനന് പ്രകടമാക്കി കൊടുത്തു. അദ്ദേഹം ഇത് തൻ്റെ പിതാവായ വസുദേവനോ മാതാവായ ദേവകിക്കോ ഭ്രാതാവായ ബലരാമനോ വെളിപ്പെടുത്തി കൊടുത്തിരുന്നില്ല. ലക്ഷ്മി ദേവിക്ക് പോലും സിദ്ധിക്കാത്ത തരത്തിലുള്ള പ്രേമവായ്പാണ് അർജുനന് ഭഗവാനിൽ നിന്ന് സർവാധീനമായി ലഭിച്ചത്. അദ്ദേഹം അതത്രയും അർജുനന് വേണ്ടി കരുതി വച്ചിരിക്കുകയായിരുന്നു. സനകാദി മുനികൾ ഇതിനു വേണ്ടി യുഗങ്ങളായി കാത്തിരുന്നു എങ്കിലും അവരുടെ ആഗ്രഹം അർജുനൻ്റെ മാതിരി ഫലപ്രാപ്തിയിലെത്തിയില്ല. അംബുജാക്ഷന് അർജുനനോടുള്ള അൻപ് അതുല്യമാണ്. അതിനുള്ള അർജുനൻ്റെ അർഹത അത്രത്തോളം അനുപമമായിരുന്നു. അരൂപനായ ഈശ്വരൻ അർജുനന് വേണ്ടി സ്വരൂപിയായി അവതരിച്ചു. തത്വത്തിൽ ഇരുവരും ഒന്ന് തന്നെയാണെന്നാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. സാധാരണയായി അദ്ദേഹം യോഗികൾക്ക് അപ്രാപ്യനും വേദങ്ങൾക്ക് ദുർഗ്രാഹ്യനും ഏകാഗ്രമായ ധ്യാനത്തിന് പോലും എത്തിപ്പെടാൻ കഴിയാത്തവനുമാണ്. അപ്രകാരം അനാദിയും നിശ്ചലനും പരമാത്മാവുമായ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് അന്യോന്യമായ വിധത്തിൽ കാരുണ്യം കാണിച്ചിരിക്കുന്നു. സത്യത്തിൽ വിശ്വത്തിൻ്റെ മുഴുവൻ ഘടനയും കൊണ്ട് ആച്ഛാദനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഭഗവാൻ അർജുനനോടുള്ള സ്നേഹാതിരേകം കൊണ്ട് അതിൻ്റെ പരിധിക്ക് പുറത്തിറങ്ങി മാനുഷ്യരൂപം കൈകൊണ്ടിരിക്കുന്നു. അഹോ, അർജുനൻ്റെ ഭാഗ്യാതിരേകം അനാദൃശ്യം തന്നെ. ഓം ശ്രീ പരമാത്മനേ നമഃ. ശ്രീമദ്ഭഗവദ്ഗീത അഥ ചതുർത്ഥോധ്യായഃ. ജ്ഞാനകർമ്മസന്ന്യാസയോഗഃ. ശ്രീഭഗവാനുവാച, ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷ്വാകവേ ബ്രവീത്. ഒരിക്കലും നാശമില്ലാത്ത ഒരു തരത്തിലും തെറ്റിപ്പോകാത്ത ഈ യോഗ നിയമത്തെ ഞാൻ വിവസ്വാന്, അതായത് സൂര്യന് ഉപദേശിച്ചു. സൂര്യൻ അത് മനുവിനും മനു ഇക്ഷാകുവിനും ഉപദേശിച്ചു. ഭഗവാൻ പാണ്ഡുപുത്രനോട് പറഞ്ഞു, ഞാൻ ഈ കർമ്മയോഗത്തെ ഒരിക്കൽ ആദിത്യന് ഉപദേശിച്ചു. എന്നാൽ അത് അനവധി യുഗങ്ങൾക്ക് മുമ്പായിരുന്നു. പിന്നീട് സൂര്യൻ അത് വിശദമായി തൻ്റെ പുത്രനായ മനുവിന് വെളിവാക്കി കൊടുത്തു. വൈവസ്വത മനു അത് അനുഷ്ഠിച്ചിട്ട് തൻ്റെ പുത്രനായ ഇക്ഷാകുവിന് ഉപദേശിച്ചു. ഇപ്രകാരം പരമ്പരാഗതമായിട്ടുള്ളതാണ് ഈ യോഗം. ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഃ സകാലേ നേഹ മഹതാ യോഗോ നഷ്ടഃ പരന്തപ. അല്ലയോ പരന്തപ, ഇപ്രകാരം പരമ്പരയായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കർമ്മയോഗം പല രാജർഷിമാരും, അതായത് രാജാക്കന്മാർ തന്നെ ഋഷികളായിട്ടുള്ളവർ, നല്ലതുപോലെ അറിഞ്ഞിരിക്കുന്നു.
എന്നാൽ ഈ യോഗം കാലം നീണ്ടുപോയതോടെ ലോകത്തിന് നഷ്ടമായി. അല്ലയോ പരന്തപ, അതായത് ശത്രുക്കളെ തപിപ്പിക്കുന്നവനെ. പിന്നീട് പല രാജർഷിമാരും കർമ്മയോഗം അഭ്യസിക്കുകയും അതിൽ നിപുണരാകുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഇതേപ്പറ്റി അറിവുള്ളവരാരും ഇല്ല. മനുഷ്യൻ തൻ്റെ ശരീരത്തിലും ഇന്ദ്രിയ സുഖാനുഭവത്തിലും കൂടുതലായി ആസക്തനായിരിക്കുന്നതുകൊണ്ട് ആത്മജ്ഞാനത്തെ അവൻ വിസ്മരിക്കുന്നു. ഇന്ദ്രിയ സുഖങ്ങളാണ് ആനന്ദത്തിൻ്റെ പാരമ്യത്തിലെത്തിക്കുന്ന ഉപാധിയെന്ന് കരുതുന്ന അവന് ആത്മവിശ്വാസം തന്നെ നശിച്ചിരിക്കുന്നു. ഐഹിക ജീവിതമാണ് ഏറ്റവും വിലപ്പെട്ടതെന്ന് അവൻ വിശ്വസിക്കുന്നു. ദിഗംബരരായ മുനിമാർ വസിക്കുന്ന ഗ്രാമത്തിൽ ആരാണ് പട്ടുവസ്ത്രം അണിയാൻ ആഗ്രഹിക്കുന്നത്? അന്ധനായി ജനിച്ച ഒരുവന് സൂര്യൻ്റെ വില അറിയാൻ കഴിയുമോ? ബധിരരായ ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ ആരാണ് സംഗീതത്തെ അഭിനന്ദിക്കുന്നത്? അപ്രകാരം ആത്മീയ ദർശനത്തെക്കുറിച്ച് അജ്ഞനും സംസാര ബന്ധത്തിൽ നിന്ന് വിമുക്തരായി ആത്മീയ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹമില്ലാത്തവരും അജ്ഞാനാന്ധകാരത്തിൽ വട്ടം കറങ്ങുന്നവരുമായ ആത്മാക്കൾക്ക് എൻ്റെ ദിവ്യഭാവത്തിൻ്റെ ദർശനം എങ്ങനെയാണ് സിദ്ധിക്കുന്നത്? എങ്ങനെയാണ് ഈ മോഹജാലം വൃദ്ധി പ്രാപിച്ചതെന്ന് അറിഞ്ഞുകൂടാ. ഈ യോഗമാകട്ടെ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമായിട്ട് ഇപ്പോൾ കാലം ഏറെ കഴിഞ്ഞിരിക്കുന്നു. സയേവായം മയാ തേദ്യ യോഗഃ പ്രോക്തഃ പുരാതനഃ ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം. നീ എൻ്റെ ഭക്തനും സ്നേഹിതനുമായതുകൊണ്ട് തന്നെ പണ്ട് തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള ഈ യോഗം ഇപ്പോൾ ഞാൻ നിനക്ക് ഉപദേശിക്കുകയാണ്. ഇത് രഹസ്യവും ശ്രേഷ്ഠവും ആകുന്നു. അല്ലയോ അർജുന, അതേ യോഗം തന്നെയാണ് നിനക്ക് ഞാനിപ്പോൾ ഉപദേശിക്കുന്നത്. അതേപ്പറ്റി നീ അശേഷം സംശയിക്കേണ്ട. ഈ കർമ്മയോഗം എൻ്റെ അത്യഗാധമായ ജീവിത രഹസ്യമാണ്. എന്നിട്ടും നീ എനിക്ക് ഏറ്റവും പ്രിയങ്കരനായതുകൊണ്ട് മാത്രം ഇത് നിന്നിൽ നിന്നും രഹസ്യമാക്കി വെക്കുന്നില്ല. അല്ലയോ ധനുർധര, നീ സ്നേഹത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ്. ഈശ്വരഭക്തിയുടെ ജീവനാഡിയാണ്. സൗഹൃദത്തിൻ്റെ സ്രോതസ്സാണ്. വിശ്വാസ്യതയുടെ അസ്ഥിവാരമാണ്. അപ്രകാരമുള്ള നിന്നിൽ നിന്ന് ഞാൻ എന്തെങ്കിലും ഒളിച്ചു വെക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് നാം ഒരു വലിയ യുദ്ധത്തെ അഭിമുഖീകരിച്ച് നിൽക്കുകയാണെങ്കിലും അതെല്ലാം അല്പനേരം മാറ്റിവെച്ചിട്ട് നിന്റെ അജ്ഞതയ്ക്ക് ഞാൻ അറുതി വരുത്തുന്നതാണ്, ശല്യത്തെ വകവയ്ക്കാതെ. അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതദ്വിജാനീയാം ത്വമാദൗ പ്രോക്തവാനിതി. അങ്ങയുടെ ജനനം പിൽക്കാലത്തുണ്ടായ സംഭവമാണല്ലോ. പക്ഷേ വിവസ്വാൻ ജനിച്ചത് അതിനെത്രയോ മുമ്പാണ്. അപ്പോൾ അങ്ങ് ആദ്യം അദ്ദേഹത്തിന് ഉപദേശിച്ചുവെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? അർജുനൻ ചോദിച്ചു. അല്ലയോ കരുണാനിധിയായ ദേവാ, ഒരു മാതാവിന് തൻ്റെ ശിശുവിനോട് സ്നേഹമുണ്ടാകുന്നതിൽ എന്തെങ്കിലും അത്ഭുതത്തിന് അവകാശമുണ്ടോ? സംസാര ജീവിതത്തിൽ തളർച്ചയും ക്ഷീണവും ബാധിക്കുന്നവർക്ക് അങ്ങ് ഒരു അഭയസ്ഥാനമാണ്. അഗതികൾക്ക് അൻപേറിയ അമ്മയാണ്. ഞങ്ങളുടെ, അതായത് പാണ്ഡവരുടെ ജീവിതം തന്നെ അങ്ങയുടെ ദിവ്യമായ അനുഗ്രഹത്തിന് കടപ്പെട്ടിരിക്കുന്നു. അംഗവൈകല്യമുള്ള ഒരു ശിശുവിന് ജന്മം നൽകാൻ ഇടയാകുന്ന മാതാവ് അതിനെ ജനനം മുതൽക്ക് തന്നെ പ്രത്യേകം പരിചരിക്കണമെന്ന് പറയേണ്ടതുണ്ടോ? അങ്ങേക്ക് ഞങ്ങളോടുള്ള ബന്ധം അപ്രകാരമാണ്. ഞാൻ അങ്ങയോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അത് അങ്ങ് ശ്രദ്ധയോടെ കേൾക്കണമെന്നും എന്നോട് നീരസം തോന്നരുത് എന്നും പ്രത്യേകമായ അപേക്ഷയുണ്ട്. കർമ്മയോഗ രഹസ്യത്തെപ്പറ്റി അങ്ങ് വിവസ്വാന് ഉപദേശിച്ചു എന്നുള്ള അങ്ങയുടെ പ്രസ്താവന ഒരു നിമിഷത്തേക്ക് പോലും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ പൂർവികന്മാർക്ക് പോലും വിവസ്വാൻ ആരായിരുന്നു എന്ന് അറിയാമായിരുന്നില്ല. പിന്നെ എങ്ങനെ, എപ്പോഴാണ് അങ്ങ് വിവസ്വാന് ഉപദേശം നൽകിയത്? വിവസ്വാൻ അതിപുരാതനമായ കാലത്ത് ജീവിച്ച ആളല്ലേ? അങ്ങയുടെ ഉത്ഭവം അടുത്ത കാലത്തും. ആ നിലയ്ക്ക് അങ്ങയുടെ ഈ പ്രസ്താവനയിൽ വൈരുദ്ധ്യമുണ്ട്. അതേ സമയത്ത് അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ജീവിതം ഞങ്ങൾക്കൊരു നിഗൂഢ തത്വമാണ്. ആ നിലയ്ക്ക് അങ്ങ് പറഞ്ഞത് സത്യമല്ലെന്ന് എനിക്കെങ്ങനെ പറയാൻ കഴിയും? ആകയാൽ അങ്ങ് സൂര്യദേവന് ഈ ഉപദേശം നൽകിയതിനെപ്പറ്റി വ്യക്തമായി മനസ്സിലാക്കത്തക്ക വിധത്തിൽ എന്നോട് പറഞ്ഞാലും. ശ്രീ ഭഗവാനുവാച ബഹൂനി മേ വ്യതീതാനി
जन्मानि तव चार्जुन तान्यहं वेद सर्वाणि न त्वं वेत्थ परन्तप. അല്ലയോ അർജുന, എൻ്റെയും നിൻ്റെയും വളരെ ജന്മങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവയെ എല്ലാം ഞാൻ അറിയുന്നു, നീ അവയെ അറിയുന്നില്ല. ഭഗവാൻ പറഞ്ഞു, ഞാൻ വിവസ്വാൻ്റെ കാലത്ത് ജനിച്ചിരുന്നില്ലെന്ന് വിചാരിക്കുന്ന നിന്റെ മനസ്സ് സങ്കീർണമായത് സ്വാഭാവികമാണ്. നമുക്കിരുവർക്കും അനവധി ജന്മങ്ങൾ ഇതിനു മുമ്പ് ഉണ്ട് എന്നുള്ള വസ്തുത നിനക്കറിഞ്ഞുകൂടാ. നിന്റെ പൂർവ്വജന്മങ്ങളൊന്നും നീ ഓർമ്മിക്കുന്നില്ല. എന്നാൽ സന്ദർഭത്തിനാവശ്യമായപ്പോഴൊക്കെ ഞാനെടുത്ത എൻ്റെ എല്ലാ അവതാരങ്ങളെപ്പറ്റിയും എനിക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട്. അജോപി സന്നവ്യയാത്മാ ഭൂതാനാമീശ്വരോപി സൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമ്യാത്മമായയാ. ഞാൻ ജനനരഹിതനാണ്, നാശരഹിതനാണ്. സർവ്വജീവജാലങ്ങളുടെയും ഉള്ളിലിരുന്ന് അവയെ നിയന്ത്രിക്കുന്ന ഈശ്വരനുമാണ്. എങ്കിലും എൻ്റെ മായയെ വശീകരിച്ചിട്ട് ഞാൻ സ്വമായാശക്തി കൊണ്ട് എന്നാൽ സൃഷ്ടമായ പ്രകൃതിയെ വശത്താക്കിയിട്ട് അവതാരം ചെയ്യുന്നു. അർജുന, എൻ്റെ എല്ലാ മുൻ അവതാരങ്ങളെപ്പറ്റിയും എനിക്ക് ഇന്നും ശരിയായ ഓർമ്മയുണ്ട്. പരമാർത്ഥത്തിൽ ഞാൻ ജനിക്കുന്നില്ലെങ്കിലും എൻ്റെ സ്വന്തം പ്രകൃതിയിലൂടെ ഞാൻ സ്വമായ കൊണ്ട് ആവിർഭവിക്കുന്നു. ഞാൻ അവതരിക്കുമ്പോഴും എൻ്റെ മൗലികമായ ആദ്യന്തരഹിതത്വം അക്ഷയമായും അഖണ്ഡമായും നിലനിൽക്കുന്നു. എൻ്റെ അവതാരത്തിലും അതിൽ നിന്നുള്ള വിരാമത്തിലും ദർശിക്കുന്ന രൂപങ്ങൾ മായാഗുണങ്ങളുടെ സ്വാധീന ശക്തിയിൽ നിന്നുളവാകുന്ന പ്രതിരൂപ ഭാവങ്ങൾ മാത്രമാണ്. ഇതൊന്നും എൻ്റെ സ്വതന്ത്രാവസ്ഥയെ ഒരിക്കലും ബാധിക്കുന്നില്ല. ഒരവതാരകാലത്ത് ഞാൻ കർമാനുഷ്ഠാനത്തിന് വിധേയനായി കാണുന്നുണ്ടെങ്കിൽ അതും യഥാർത്ഥത്തിൽ ഉള്ളതല്ല, വെറും മിഥ്യാബോധത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. മിഥ്യാബോധം മറയുമ്പോൾ ഞാൻ അരൂപിയും നിർഗുണനുമായി അറിയപ്പെടുന്നതാണ്. ഒരേ വസ്തു കണ്ണാടിയിൽ പ്രതിഫലിക്കുമ്പോൾ രണ്ടെന്ന് തോന്നുന്നു. എന്നാൽ നേരാവണ്ണം ചിന്തിക്കുമ്പോൾ പ്രതിബിംബമായി കണ്ട രണ്ടാമത്തെ വസ്തു യഥാർത്ഥത്തിൽ ഉള്ളതല്ലെന്ന് ബോധ്യപ്പെടും. അതുപോലെ അല്ലയോ അർജുന, ഞാൻ യഥാർത്ഥത്തിൽ അരൂപിയായ പരബ്രഹ്മമാണ്. എന്നാൽ ഞാൻ മായയെ അവലംബിക്കുമ്പോൾ ശരീരം സ്വീകരിക്കുന്നു. അത് പ്രത്യേകമായ ചില ഉദ്ദേശത്തോടു കൂടിയാണ്. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അല്ലയോ ഭരതവംശജ, ഏതേത് കാലത്തിൽ ധർമ്മത്തിന് ഗ്ലാനി അഥവാ ഹാനിയും അധർമ്മത്തിന് ആധിക്യവും ഉണ്ടാകുന്നുവോ അതത് കാലത്തിൽ ഞാൻ എൻ്റെ മായ കൊണ്ട് എന്നെ തന്നെ സൃഷ്ടിക്കുന്നു, അതായത് സ്വയം അവതരിക്കുന്നു. എല്ലാ കാലങ്ങളിലും ലോകത്തിൻ്റെ ആത്മീയ ഘടനയെ സംരക്ഷിക്കണമെന്നുള്ളത് ഞാൻ അനാദികാലം മുതൽക്കേ അംഗീകരിച്ചിട്ടുള്ള ആചാര മര്യാദയാണ്. അക്കാരണത്താൽ തിന്മ നന്മയെ തോൽപ്പിക്കുകയും അപകടത്തിലാക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഞാൻ അരൂപിയും അജനുമാണെന്ന കാര്യം മാറ്റിവെക്കുകയും അതിനോട് വിട പറയുകയും ചെയ്യുന്നു. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സജ്ജനങ്ങളെ രക്ഷിക്കുന്നതിനും ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നതിനും ധർമ്മത്തെ നിലനിർത്തുന്നതിനും വേണ്ടി ഞാൻ യുഗം തോറും അവതാരം ചെയ്യുന്നു. പുണ്യാത്മാക്കളായ എൻ്റെ ഭക്തന്മാരുടെ താൽപ്പര്യം പരിരക്ഷിക്കുന്നതിനും അജ്ഞതയുടെ അന്ധകാരം നിശ്ശേഷം നശിപ്പിക്കുന്നതിനുമായി ഞാൻ മനുഷ്യരൂപധാരിയായി അവതരിക്കുന്നു. എന്നിട്ട് അധർമ്മത്തിൻ്റെ അവസാനത്തെ ദുർഗം വരെ ഞാൻ തകർക്കുന്നു. ദുഷ്ടന്മാരുടെ ദുഷിച്ച തത്വശാസ്ത്ര രേഖകളെ പിച്ചിച്ചീന്തി കളയുന്നു. സജ്ജനങ്ങളെ കൊണ്ട് പരമാനന്ദ വാഴ്ചയുടെ വിജയപതാക പാറിപ്പിക്കുന്നു. ദുഷ്ടന്മാരുടെ വംശവിച്ഛേദം വരുത്തുകയും മഹാത്മാക്കളുടെ മഹാത്മ്യവും മാന്യതയും വീണ്ടെടുക്കുകയും ചെയ്യുന്നു. ധർമ്മത്തെയും സദാചാരത്തെയും ആനന്ദകരമായി ഒരുമിപ്പിക്കുന്നു. ആത്മാവിൻ്റെ അഗ്നിജ്വാലയിൽ പുകപടർത്തുന്ന അവിശ്വാസത്തെയും അന്യായത്തെയും തുടച്ചു മാറ്റുന്നു. ആത്മീയ ദർശനത്തിൻ്റെ തിരുനാളം ദീപ്തിമത്താക്കുന്നു.
തന്മൂലം നിത്യമായ ഒരു ദീപാവലിയുടെ നെടുങ്കാലം യോഗികൾക്ക് സമാഗതമാകുന്നു. ഈശ്വരഭക്തിയും ധർമ്മനിഷ്ഠയും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കും എന്നുള്ളതിനാൽ ലോകം മുഴുവൻ ആത്മദർശനത്തിൻ്റെ ആനന്ദം കൊണ്ട് വീർപ്പുമുട്ടും. ഞാൻ മനുഷ്യാകൃതി സ്വീകരിക്കുമ്പോൾ നന്മ നിറഞ്ഞ ഒരു ജീവിതത്തിൻ്റെ പൊൻപുലരി പൊട്ടിവിടരുകയും അതിൻ്റെ ഒളിയേറ്റ് മലയോളം ഉയർന്നു നിൽക്കുന്ന പാപങ്ങൾ മഞ്ഞുപോലെ ഉരുകി ഒലിച്ചു പോവുകയും ചെയ്യും. ഈ ലക്ഷ്യം നിറവേറ്റാനാണ് ഞാൻ യുഗങ്ങൾ തോറും മനുഷ്യനായി അവതരിക്കുന്നത്. എന്നാൽ സമ്യക് ദർശനം സാധിച്ച ഒരു യോഗിക്ക് മാത്രമേ ഇത് ശരിയാവണ്ണം മനസ്സിലാക്കാൻ കഴിയൂ.